കുറച്ച് ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. കാണുമ്പോൾ മനസ്സിലായി. ഇപ്പം എന്ത് പറഞ്ഞാലും ഭയങ്കര ഞാൻ പറയുന്നില്ല, പക്ഷെ എല്ലാവരും നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. മോനുണ്ട്, മോന് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എല്ലാവരും നന്നായി നല്ലതായിരുന്നു, നല്ല സിനിമയായിരുന്നു. എല്ലാവരും നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. നല്ല സിനിമയായിരുന്നു. കുറച്ച് ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്, പക്ഷേ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ അപ്പോൾ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. താങ്ക് യു. എനിക്കിത് കണ്ടു കഴിഞ്ഞപ്പോൾ വളരെയേറെ സന്തോഷമുണ്ട്, കുറച്ച് സങ്കടമുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സംഭവം റിയലാണ്. എൻ്റെ വീട്ടിൻ്റെ അയൽവക്കത്തുള്ള ഞാൻ പഠിപ്പിച്ച കുട്ടിക്ക് നടന്ന സംഭവം. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ആറ്റിങ്ങൽ സംഭവം, ആറ്റിങ്ങൽ ഇരട്ടക്കൊലപാതകം. അന്ന് പലരും ആ പെൺകുട്ടിയെ കുറ്റം പറഞ്ഞപ്പോഴും പലരും അവരെ ഒരുപാട് ദ്രോഹിച്ചപ്പോഴും എനിക്ക് തൊണ്ടയിടറുന്നുണ്ട്. ഞാൻ മാത്രമായിരുന്നു ആ കുട്ടിയെ ആ വീട്ടുകാർക്ക് സപ്പോർട്ടായിട്ട് നിന്നതും പറഞ്ഞത്. പക്ഷേ അന്ന് മുഖ്യധാരയിൽ എൻ്റെ വാക്കുകൾക്കോ അതിനൊന്നും ആരും വില കൽപ്പിച്ചില്ല. നീതി താമസിച്ചാണ് നമുക്കൊരു നീതി കിട്ടുന്നതെങ്കിൽ പലപ്പോഴും ഞാൻ പറയാറുണ്ട്, സത്യമെന്ന് പറയുന്നത് വെള്ളത്തിൻ്റെ അടിയിൽ താഴ്ന്നു കിടക്കുന്നതാണ്. കള്ളം വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങി നിൽക്കും. പക്ഷെ ഒരു നാൾ ആ സത്യം പുറത്തേക്ക് പൊങ്ങി വരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പോൾ കള്ളമെല്ലാം മാറും. പക്ഷേ സത്യം ലേറ്റായിട്ടാണ് പുറത്തേക്ക് വരുന്നതെങ്കിൽ അത്രയും നാൾ ആ വ്യക്തി അനുഭവിക്കുന്ന പീഡനങ്ങൾ അല്ലെങ്കിൽ ആ മാനസിക പ്രയാസങ്ങൾ, ആ കുട്ടിയെ അല്ലെങ്കിൽ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടവർ അനുഭവിക്കുന്ന വിഷമങ്ങൾ, ഇതെല്ലാം കൂടെ നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ യഥാർത്ഥത്തിൽ ഭയങ്കര വിഷമമാണ്. ഇന്ന് ഈ സംവിധായകനെയും തിരക്കഥാകൃത്തിനെയും ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് അഭിനന്ദിക്കുകയാണ്. കാരണം എൻ്റെ വീട്ടിൽ ഞാൻ പഠിപ്പിച്ച എൻ്റെ വീട്ടിൻ്റെ അയൽവക്കത്തുള്ള കുട്ടി ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചു. ഇപ്പോൾ ആ കുട്ടിക്ക് കാഴ്ച പോലും പ്രശ്നമാണ്. ഞാൻ കാണുന്നതാണ്. എൻ്റെ വീട് നോക്കുന്നത് പോലും ആ വീട്ടുകാരാണ്. അവരെയാണ് എൻ്റെ വീട് ഏൽപ്പിച്ചിട്ട് വരുന്നത്. അപ്പോൾ അത്രയും റിയലിസ്റ്റിക് ആയൊരു കഥ, അനുഭവ കഥ ഇവിടെ ഇന്ന് നമ്മുടെ സ്ക്രീനുകളിൽ തുടങ്ങി വന്നപ്പോൾ എനിക്ക് മനസ്സിലായില്ല. പക്ഷെ കുറേ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് യഥാർത്ഥത്തിൽ ഞാനിത് കണ്ട റിയൽ ലൈഫാണല്ലോ, എൻ്റെ മുന്നിൽ നടന്ന കഥയാണല്ലോ ഇത് എന്നുള്ളത്. പടം നല്ലതായിരുന്നു, അടിപൊളിയായിരുന്നു. ഇഷ്ടപ്പെട്ടു പടം. പിന്നെ അപർണ ചേച്ചിയുടെ എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഈ ചേട്ടൻ ക്യാരക്ടർ റോളൊക്കെ ചെയ്തിട്ടുണ്ട് അതിനകത്ത്. നല്ല പടം, നല്ല എക്സ്പീരിയൻസ് ആണ്. പടം നല്ല പടം. ഞാൻ പറഞ്ഞാൽ നല്ല പടം. ഡയറക്ടറൊക്കെ നല്ല ഡയറക്റ്റ് ചെയ്തുകൊണ്ട് മേക്കിങ് എല്ലാം അടിപൊളിയാണ്. പിന്നെ കഥയൊക്കെ നല്ലതാണ്. ഒരു ഇതുവരെ കാണാത്തൊരു വെറൈറ്റി ആയിട്ടൊരു കഥയാണ് വന്നിരിക്കുന്നത്. പിന്നെ ആർട്ടിസ്റ്റ് എല്ലാം നല്ല ചെയ്തിട്ടുണ്ട്. എല്ലാവരും നല്ലൊരു ഈ ശിവരൊക്കെ നല്ല ചെയ്തിട്ടുണ്ട്. അപർണദാസ് എല്ലാം നല്ല ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാ പ്രായക്കാരും കാണാൻ പറ്റിയൊരു പടമാണ്. അങ്ങനെ കാറ്റഗറി ഒന്നുമില്ല. പടം നല്ല, എന്തായാലും ഓടുന്ന ഉറപ്പ് കാര്യമാണ്. അത്യാവശ്യം നല്ല കണ്ടൻറ്റൊക്കെ ഉള്ള പടമാണ്. ഓക്കെ, താങ്ക് യു.